Hello friends, welcome to Lal's Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ദാണ്ട് ഇതാണ്, പാൻകേക്ക് ആണ്. ഈ പാൻകേക്കിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അതായത് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ആഷ് വെനസ്ഡേയുടെ തൊട്ട് തലയുള്ള ട്യൂസ്ഡേയിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പൊതുവെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഈ പാൻകേക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ പാൻകേക്ക് ട്യൂസ്ഡേ എന്ന് പറയുന്നത് 16th of February ആണ്. അപ്പോൾ ഇത് ഞാൻ 2 സെക്ഷനായിട്ട് ഉണ്ടാക്കി. ഒന്നിൽ ഞാൻ ടോപ്പ് ചെയ്തേക്കുന്നത് ഹണിയാണ്. അതായത് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത് ചോക്ലേറ്റ് തേച്ച് സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ വെച്ച് അതിന്റെ മേലോട്ട് ഹണി ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് നമ്മൾ മേപ്പിൾ സിറപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കനേഡിയൻ മേപ്പിൾ സിറപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തതിനു ശേഷം ഇനി നമുക്കിത് എങ്ങനെ കഴിക്കുമെന്ന് നോക്കാം. ഞാൻ ഇവനിങ്ങനെ മടക്കി അങ്ങോട്ട് എടുക്കുകയാണിത്. എടുത്തിട്ട് ഒന്നും പറയാനില്ല, അടിപൊളി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് 2 മുട്ടയാണ്. അപ്പോൾ നമ്മൾ 2 ലാർജ് സൈസ് എഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് അവനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് ഉരുക്കിയെടുത്ത ബട്ടറാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 200 ml മിൽക്ക് ഞാൻ ചൂടാക്കി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. നമുക്ക് ഇതിനകത്തോട്ട് മൈദാമാവ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം തിക്കായിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. ഇത് കണ്ടോ, നിങ്ങൾ ഈ പാകം കണ്ടാൽ നിങ്ങൾക്കറിയാം. നമ്മുടെ കേക്കിൻ്റെയൊക്കെ ബാറ്ററിനേക്കാൾ അല്പം കൂടെ തിക്കായിട്ടിരിക്കണം. നല്ല ഫ്ലഫി ആയിട്ട് ഇത് പൊങ്ങി വരും. അപ്പം നമുക്കിനി ഇത് ഉണ്ടാക്കാൻ പോകാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇരുമ്പ് ചട്ടി ആയാലും മതി. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് അല്ല, ഇത് ഇരുമ്പ് ചട്ടിയാണ്. നമ്മുടെ അയണ്ട സാധനമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നന്നായിട്ട് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. എണ്ണയോ ബട്ടറോ ഏതാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തുണിയിൽ തൊട്ട് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാം. അപ്പം ഞാനിവിടെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് നന്നായിട്ട് എണ്ണ ഒന്ന് തുടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ പാനിന് ചൂടായി. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായതുകൊണ്ട് ഓടിപ്പോകത്തില്ല. ഇതിന്റെ ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയും. ഇത് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ അറിയാൻ ചെറിയ ഹോള് വരും. അപ്പോൾ തന്നെ ഒരു സൈഡ് വേവും. അപ്പോൾ എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എപ്പോഴും അതിന്റെ തീ നോക്കിക്കൊള്ളണം. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അത് വെന്ത് വന്നോളൂ. അപ്പം ഇതുപോലെ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അതിനകത്തുള്ള ഒരു 3-4 ചുടാൻ ഒരുമിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് അതിന്റെ ഡെക്കറേഷൻ എന്നുള്ളത്. ഇത് തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് പാകം. ഇതിന്റെ ഒരു വശം ഇതേപോലെ തന്നെ നമുക്ക് ബ്രൗൺ ആയി കിട്ടണം. അതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ് തൊട്ട് 40 സെക്കൻഡ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡ് അതുപോലെ തന്നെ കിട്ടും. ഇതിന്റെ ഈ സൈഡ് നോക്കിയാൽ അറിയാം അതിന്റെ ഹൈറ്റ് അത് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. ഇതുപോലെ ഇത് വളരെ നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി വലിപ്പം കുറഞ്ഞ കുറച്ച് പാൻകേക്കുകൾ നമുക്ക് ഈ ഒരെണ്ണത്തിൽ തന്നെ ചുട്ടെടുക്കാം. ഞാൻ കാണിച്ചു തരാം. ചെറിയതായിട്ട് ബാറ്ററുകൾ ഒഴിച്ചൊഴിച്ച് പോവുക. നമുക്ക് ഒരു കല്ലിൽ തന്നെ 3 പാൻകേക്ക് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാൻകേക്കിന്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ന്യൂട്ടെല്ല തേച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഞാൻ തന്നെ ഉരുക്കി മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ആണ്, ന്യൂട്ടെല്ല അല്ല ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടെല്ല തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്ട്രോബെറി 2-3 ബ്ലൂബെറി ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ പൗഡർ ഷുഗർ കൊണ്ട് ഇതൊന്ന് ഡസ്റ്റിങ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കും. ഇവിടെ 2 സാധനങ്ങൾ ഒഴിക്കും. ഒന്ന് ഹണി ഒഴിക്കും, അതുപോലെ തന്നെ
നമ്മുടെ ഈ മേപ്പിൾ സിറപ്പ് ഉണ്ട്, അതിങ്ങനെ ഒഴിക്കും. ഇതിൻ്റെ ടേസ്റ്റും രുചിയും ഒന്ന് വേറെ തന്നെയാണ്, വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മൾ ആ വലുതായിട്ട് ചുട്ടെടുത്ത പാൻകേക്ക് ഉണ്ട്, സെയിം അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ന്യൂട്ടെല്ല അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 സ്ട്രോബെറി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ബ്ലൂബെറീസ് നമുക്ക് വെച്ച് കൊടുക്കാം. വളരെ മനോഹരമായ സംഭവമാണിത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്, ഈ കനേഡിയൻ മേപ്പിൾ സിറപ്പാണിത്. ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ശർക്കരയൊക്കെ ഉരുക്കുന്ന ഒരു ടേസ്റ്റ് പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവനെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കണം. ആഹാ, മനോഹരമായിരിക്കുന്നു. നമുക്കിവനെ ഒന്ന് കഴിക്കണം എന്നിട്ട്. അപ്പോൾ നമുക്കിതുപോലെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഹണി ഒഴിച്ചും മേപ്പിൾ സിറപ്പ് ഒഴിച്ചും നമ്മൾ പാൻകേക്ക് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. എല്ലാവർക്കും പ്രയോജനമുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.